ഒന്നൊന്നര സർപ്രൈസ് ആയി പോയല്ലോ. ഇവരെയൊക്കെ അറിയാലോ സാറേ? ഞാൻ അറിയില്ല, സത്യം പറയട്ടെ. അറിയില്ലേ സാർ? അങ്ങനെ പറയരുത്. ചാണ്ടി ഉമ്മനെ അറിയാൻ പറ്റും. സാറിനൊക്കെ ഞങ്ങൾ അറിയുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നത്. ഇതാരാണ്? അറിയാം. അദ്ദേഹം ആരാന്നറിയാല്ല. ഞാനൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല. നീ വഴക്കുണ്ടാക്കുക. ഇല്ല, VS നമുക്ക് നഷ്ടപ്പെട്ട അന്ന് ഒരു താരതമ്യം ചെയ്യലുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. ആരുടെ ഈ അവസാന യാത്രയിലാണ് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്? അങ്ങനെ ഒരു തർക്കം വന്നപ്പോ ചാണ്ടിയൂമിന് എന്താ തോന്നിയത്? അങ്ങനെ താരതമ്യത്തിന് ഒരു സാഹചര്യമില്ല. അവരവരുടെ രീതിയിൽ അവരവരെ ജനങ്ങൾ വിലയിരുത്തുന്നു. വസ്തുതാപരമായ കാര്യങ്ങൾ കാണണം, നമ്മൾ ആരെയും ചെറുതാക്കണ്ട. അതെ അതെ. ഒരു സത്യം പറയാൻ, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ രാഷ്ട്രീയ നേതാവ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്, നിഷേധിക്കാൻ പറ്റിയല്ല. അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവും ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്ത പ്രിയങ്കരനായ നേതാവാണ് സഖാവ് VS. ഇതാണ് സത്യം. അപ്പൊ രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ചേ. ആരെ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ആളല്ലേ കെട്ടിപ്പിടിക്കുന്നത്? പറഞ്ഞ ആളെ കെട്ടിപ്പിടിക്കുന്നത്. എനിക്ക് സത്യം പറയാനേ പറ്റൂ, ഞാൻ കള്ളം പറയാറില്ല. ചാണ്ടിയൂമിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ വീട്ടിൽ നിങ്ങൾ കുടുംബമായിട്ടിരുന്നു, അപ്പൊ ഒരുപാട് തവണ ഈ കളമശ്ശേരി രഘു അതുപോലെ തന്നെ ഒരുപാട് ഡൂപ്പുകൾ, ഉമ്മൻചാണ്ടി സാറിന്റെ ഡൂപ്പുകളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടികൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കും വീട്ടിലെ പ്രതികരണം? ഇല്ല, ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് അങ്ങനെ കാണുവാനുള്ള അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളിങ്ങനെ ഓരോ എപ്പിസോഡ്സ് ഇങ്ങനെ കാണുമ്പോൾ ആസ്വദിക്കാറുണ്ട്. അപ്പോഴത്തെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ഓർക്കുന്ന അതേ ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തെ അനുകരിച്ചു. ആ കൊച്ചുകുട്ടി അനുകരിക്കുന്ന വീഡിയോ അദ്ദേഹം കാണുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി. അപ്പൊ അതും വലിയൊരു അദ്ദേഹം വലിയ എൻജോയ് ചെയ്ത് കണ്ടൊരു കാര്യമാണ്. നമുക്കൊരു റിലീഫാണ് ഇങ്ങനെയുള്ളൊരു എന്താ പറയാ എപ്പിസോഡ്സ് ഓഫർ ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയും സഹിഷ്ണുതയോടുകൂടി സഹകരിച്ചിരുന്ന് നമ്മുടെ പ്രേക്ഷകർ കാണില്ല അല്ലെ? പ്രേക്ഷകർ മാത്രമല്ല, നേതാക്കന്മാർ. അപ്പൊ നമ്മുടെ നാട്ടിലൊരു സഹിഷ്ണുതയുള്ള ആൾക്കാരാ, എല്ലാം ഒരു കോമഡി ആയിട്ടും തമാശയായിട്ടും കാണാറുള്ളൂ അല്ലെ? വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മളതിനെ ആ സ്പിരിറ്റിൽ എടുക്കുന്നത്. അല്ല, അമ്മ എന്താ പറയാറ്? അങ്ങനെ നമ്മളങ്ങനെ ഒരു കമന്റ് ഇല്ലല്ലോ, നമ്മൾ എൻജോയ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസത്തെ തലേന്ന് ഒരു പയ്യൻ, ഞാൻ അവിടെ രാത്രി പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് അതേ സൗണ്ട്, അതേ വോയിസ്, ശരിക്കും അദ്ദേഹത്തിനെ അനുകരിക്കുന്ന എക്സാക്ട് ഫീലിംഗ് ആയിരുന്നു. ആണോ? അങ്ങനെ ഒരു എക്സാക്ട് ഫീലിംഗ് ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട്. വിളിക്കട്ടെ? വിളിച്ചോ. ഈ പയ്യന്റെ കാര്യം പറഞ്ഞാല്, ഇവൻ സ്കൂൾ വിട്ടിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് വന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇതിനുശേഷം ഇവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു തിരിച്ച്, നീ വീട്ടിൽ പോണോന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ യൂത്ത് ഫെസ്റ്റിവൽ, അതായത് കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന് സമ്മാനവും കിട്ടി. അതിനുശേഷം ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആങ്കർ ആയിട്ട് മാറി. ഇപ്പൊ വീട്ടിൽ ഭയങ്കര സ്നേഹം അവനോട്. റിഷാദ് എന്ന് പറയും. ചാണ്ടി സാറിന്റെ ശബ്ദം അതുപോലെ തന്നെ അനുകരിക്കുന്ന ഒരു തന്നെ. റിഷാദേ, ഇതാണ് 8ാം ക്ലാസ്സിൽ ഒളിച്ചോടി പോയിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ നമ്പറാണ് 1ാം സ്ഥാനം ലഭിച്ച കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് 1ാം സ്ഥാനം ലഭിച്ച ആളാ. അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി ഇതേ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട്, അതേ ശബ്ദം. ആ കൊച്ചു നീയാണല്ലേ? ടിനിച്ചേട്ടന്റെ വരക്കൊണ്ടാ ഞാൻ നന്നായത്. പക്ഷെ ഇന്ന് ഏറ്റവും മികച്ചൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ആങ്കർ ആയിട്ടാണ് ഇവൻ വിലസിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വീട്ടുകാർക്ക് സന്തോഷമുള്ളല്ലോ? അയ്യോ, ഭയങ്കര സന്തോഷം. ഇപ്പൊ നീ ഇറങ്ങി വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത്? അതെ. അപ്പൊ ചാണ്ടി സാറിന്റെ ശബ്ദം ഒന്ന് കേൾക്കും. ഉറപ്പായിട്ടും. എല്ലാവർക്കും ഓണാശംസ ഞാൻ നേരുകയാണ്. എനിക്ക് ചാണ്ടി മോനെ വന്ന്, ചാണ്ടി മോൻ എപ്പോഴും അങ്ങ് പരാതിയാ. അപ്പൊ ഞാൻ പറയുന്നൊന്നും കേൾക്കൂലല്ലോ, അല്ലയോ? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അതെന്താ അങ്ങനെ? അങ്ങനെയാ. എന്തുകൊണ്ടാ ഞാൻ മോൻ പറയുന്നൊന്നും കേൾക്കാത്ത? നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോട് മാത്രമേ അങ്ങനെ പറ്റൂ. ആന്നോ? അന്ന് എനിക്ക് ചാണ്ടി മോൻ ഒരു വാക്ക് തന്നിരുന്നു, അപ്പ നോക്കിയതുപോലെ എന്റെ മക്കളെ എല്ലാവരെയും നോക്കുന്നല്ലയോ? തീർച്ചയായിട്ടും നോക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അവനൊന്ന് ഹഗ് ചെയ്തേ അപ്പേ. കൗണ്ടർ അടിക്കുന്ന ആളാണ്. ഒരു കല്യാണക്കാര്യം ചോദിച്ചിട്ട് തിരിച്ചടി കിട്ടിയതാണ്. ആ കാര്യത്തിൽ മാത്രമേ കൗണ്ടർ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഒറ്റത്തടിയായിട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, കല്യാണം കഴിക്കണം. കഴിക്കുവോ? ആയിക്കോട്ടെ. ചാണ്ടി ഉമ്മനോട് ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു 3-4 വരി പാട്ട് പാടണം.
ആ കണ്ട അതോ ഓഡിയൻസ് മൊത്തം പറയും. ഇനി രക്ഷയില്ല. അല്ല അമൃത ടിവിയുടെ പ്രേക്ഷകരോടും ടിവിയോടും വല്ല ദേഷ്യമുണ്ടോ? ഒരു ദേഷ്യമില്ല. പക്ഷെ നമ്മൾ വാഗ്ദാനം കൊടുത്തുപോയി. ടിണിമോനെ ഓ നല്ല പാട്ടാ പുതുപ്പള്ളിയിലെ വീട്ടിലിരുന്ന് എന്നാ പാട്ടൊക്കെ പാടുന്നത്. വെണ്ണില ചന്ദന പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ വെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി കൂവും നേരം കണ്ടൊരു ചാണ്ടിയുമ്മന്റെ MLA ആവുന്നതിന് മുൻപുള്ള ഓണം അതിന് ശേഷവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അതിനു മുമ്പുള്ള എല്ലാ ഓണവും അപ്പയോട് ഒരുമിച്ചായിരുന്നു. ആ ഓണം അതിനുശേഷമുള്ള ഓണങ്ങൾ അപ്പ ഇല്ലാത്ത ഓണങ്ങളാണ്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും അല്ലേ? അത് ഒത്തിരി സ്ഥലത്ത് ഞാൻ ഉത്തരാഖണ്ഡിൽ പോയി ഓണം ഉണ്ടിട്ടുണ്ട്. ഒരു 2010 കാലഘട്ടങ്ങളിൽ അന്ന് ഞാൻ NSU അതിന്റെ പ്രവർത്തനമായിരുന്നു. അപ്പൊ അവിടെ ചാർജുള്ള സമയമായിരുന്നു. അപ്പം ആ ഓണം ഞാൻ ഉത്തരാഖണ്ഡിലാണ് ഉണ്ടത്. വെയിറ്റേറായിരുന്നു. അവിടെ വെയിറ്റേറിനാണല്ലോ. അവിടെ ഛത്തീസ്ഗഡിൽ ഇതേപോലെ ഓണം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിലായിരുന്നു. പിന്നെ ഒത്തിരി ഓണങ്ങൾ അവിടെ കോളേജിലായിരുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ഡൽഹിയിൽ ഓണങ്ങൾ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇപ്പോഴുണ്ട്.